സിരിജി, ഈ യുക്രൈൻ റഷ്യ ഈ യുദ്ധം 2.5 വർഷത്തോളമായി നീണ്ടു നിൽക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട്. അതായത് യുദ്ധമല്ല ഒന്നിനും പരിഹാരം, നമുക്ക് സമാധാന ചർച്ചയിലൂടെ മുന്നോട്ട് പോകാമെന്നാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്. ഇപ്പോൾ അജിത് ഡോവൽ മോസ്കോയിലേക്ക് പോകുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇന്ത്യക്ക് ഈ രാജ്യങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്കറിയാം, ഇന്ത്യയാണ് ഈ റഷ്യയിലും ഉക്രൈനിലും പോയി സംസാരിച്ച ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുമായി നേരിട്ട് സംസാരിച്ച ഏക ലോക രാഷ്ട്രങ്ങളിലെ ഒരു രാജ്യത്തലവൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം റഷ്യൻ പ്രസിഡന്റായ പുടിനും ഈ ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കിയും പറഞ്ഞത് ഇദ്ദേഹം മുൻകൈ എടുത്താൽ, അതായത് നരേന്ദ്രമോദി മുൻകൈ എടുത്താൽ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നാണ്. പ്രധാനമന്ത്രി അതിനോട് യോജിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ എപ്പോഴും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യമാണ്. മറ്റ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല, അത് വേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നിലപാട്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നിലപാട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ റഷ്യ തന്നെ പറയുന്നു, ചൈനയും ഇന്ത്യയും ബ്രസീലും കൂടെ വിചാരിച്ചാൽ ഈ യുദ്ധത്തിനൊരു പരിഹാരമുണ്ടാവും, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ബ്രസീലും ചൈനയും ഇന്ത്യയും. അപ്പോൾ ഇന്ത്യ അതിനകത്ത് മുൻകൈ എടുക്കണം. ഇങ്ങനെ മുൻകൈ എടുക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്കും ഈ സംഘർഷം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യ വലിയ ആക്രമണങ്ങൾ ഉക്രൈൻ മേഖലയിൽ നടത്തി. 60ഓളം പേർ കൊല്ലപ്പെട്ടു. ഉടനെ ഈ ഉക്രൈൻ വല്ലാതെ ഭയപ്പെട്ടു. ഉടനെ ഉക്രൈൻ അവരെ അനുകൂലിക്കുന്ന സഖ്യകക്ഷികളുണ്ട്, അവരുമായിട്ട് യോഗം ചേർന്നു. ജർമ്മനിയിൽ വെച്ചായിരുന്നു ഈ യോഗം സംഘടിപ്പിച്ചത്. അവിടെ വെച്ച് ഇവർ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ആയുധങ്ങൾ വേണം, ദീർഘദൂര റോക്കറ്റുകൾ വേണം, അല്ലാതെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് റഷ്യയ്ക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ യുദ്ധം നിർത്തണമെന്ന ചിന്ത റഷ്യയ്ക്കും ഉണ്ടാവുകയുള്ളൂ. അത് ന്യായമാണെന്ന് അമേരിക്കയ്ക്ക് തോന്നി. ഉടനെ അമേരിക്ക $25 കോടി സഹായം പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ $25 കോടി വിലയുള്ള ആയുധങ്ങൾ നൽകാം. ഇന്ത്യൻ റുപ്പിയിൽ പറഞ്ഞാൽ 2500 കോടിയിലധികം രൂപയുടെ ആയുധങ്ങൾ. ഒപ്പം US-ഉമായി ബന്ധപ്പെട്ട ഈ അനുകൂല രാജ്യങ്ങളുണ്ട്, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ ജർമ്മനിയും US-ഉം കാനഡയും ഒക്കെ സഹായം നൽകാമെന്ന് പ്രഖ്യാപിച്ചതോടെ ഉക്രൈന് കുറച്ച് ശക്തിയായി. പക്ഷേ ഉക്രൈൻ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി കിട്ടിയില്ല അപ്പോഴും. കാരണം ഈ റഷ്യയുടെ പുടിൻ എന്ന് പറയുന്നത് എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ റഷ്യൻ പ്രസിഡന്റ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ അടുത്ത് നേരത്തെ ധന്യ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഒരു സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് പറയുന്നില്ലേ, ധന്യ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇന്ത്യ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, സമാധാനമാണ് എല്ലാത്തിൻ്റെയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന ഒരു വാചകവും അത് തന്നെയാണ്. ഇപ്പോൾ ജൂലൈയിൽ പ്രധാനമന്ത്രി റഷ്യയിലെത്തി, കഴിഞ്ഞ മാസം യുക്രൈനിലെത്തി. ഈ 2 സന്ദർശനങ്ങളും നമ്മൾ കൃത്യതയോടെ നോക്കിക്കാണുകയാണെങ്കിൽ 2 രാജ്യത്തിൻ്റെയും തലവന്മാരെ സന്ദർശിച്ചുകൊണ്ട് അവരോട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഈ ആളുകളെ കൊല്ലുന്നതോ ഈ പടക്കോപ്പുകൾ വാങ്ങിക്കൂട്ടുന്നതോ ഇതൊന്നുമല്ല. റഷ്യയുമായി നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറഞ്ഞാൽ തീർച്ചയായിട്ടും വ്യാപാരപരമായി ഒക്കെ ബന്ധമുള്ളതാണ് റഷ്യയുമായി ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറഞ്ഞാൽ ഒരു പരിധിവരെ റഷ്യക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യുക്രൈൻ സന്ദർശിച്ചപ്പോഴും മോദിക്ക് വലിയ സ്വീകരണമാണ് അവിടെ കിട്ടിയത്. അപ്പോൾ ഈ സമാധാന ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മുൻകൈ എടുക്കുമ്പോഴും ഇന്ത്യ അതിൽ ഇടപെടുമ്പോഴും അതിൽ കൃത്യമായ ഒരു നിലപാട് ഉണ്ടാകും, അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അജിത് ഡോവലിനെ പോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മോസ്കോയിലേക്ക് പോകുന്നത് വെറുതെ ആകില്ല എന്നുള്ളത്. ഇപ്പോൾ പുടിനെ മോദി ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരിക്കാം. കാരണം റഷ്യക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്, തിരിച്ച് ഇന്ത്യക്ക് റഷ്യയുടെ സഹായവും ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിനപ്പുറം എല്ലാ രീതിയിലും ഒരു വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് ഇന്ത്യക്ക് മനസ്സിലായി. അങ്ങനെയല്ലേ നമ്മൾ ഈ അജിത് ഡോവലിന്റെ മോസ്കോ യാത്രയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കാണേണ്ടത്? ഈ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ ചെന്നു പുടിനുമായി സന്ദർശനം നടത്തുന്നു. പുടിൻ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ റഷ്യയുടെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്നു. റഷ്യയുമായിട്ട് ഇന്ത്യക്ക് കാലാകാലങ്ങളായുള്ള ബന്ധമാണ്. ഈ കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യക്ക് വേണ്ട സഹായങ്ങളൊക്കെ റഷ്യ ചെയ്തിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും USSR ആയിരുന്ന കാലം മുതൽ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് റഷ്യക്ക്. അതുകൊണ്ടാണ് ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ ഈ പുടിനെ പോയി സന്ദർശിച്ച് പ്രധാനമന്ത്രി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയോ ചെയ്ത്. അന്ന് സെലൻസ്കി പറഞ്ഞ എന്താ,
ഈ പറയുന്ന ഒരു രാജ്യദ്രോഹി അല്ലെങ്കിൽ ഈ ക്രൂരനായ ഭരണാധികാരിയെയാണ് അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നത്. അതിൻ്റെ കാരണം ഇദ്ദേഹം അവിടെ സന്ദർശനം, അതായത് മോദി സന്ദർശനം നടത്തുന്ന സമയത്താണ് റഷ്യ അവിടെ ഒരു ആക്രമണം നടത്തുകയും കുട്ടികളടക്കം നിരവധി പേര് ഉക്രൈനിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. അന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉക്രൈനിലേക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ പോളണ്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ മാർഗം 10 മണിക്കൂർ എടുത്തിട്ടാണ് ഉക്രൈനിലേക്ക് പ്രധാനമന്ത്രി ചെല്ലുന്നത്. ആ സമയത്ത് റഷ്യ ആ യുദ്ധം നിർത്തിവെച്ചു. ഒരു ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കുന്നത് എന്താ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷ കണക്കിലെടുത്ത്. അങ്ങനെ രണ്ടുപേരുമായി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ ഈ യുദ്ധത്തിനൊരു പരിഹാരം നമുക്ക് കാണാം. ഈ യുദ്ധം എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനും വിനാശകരമാണ്. 10-20 വർഷത്തെ ആ രാജ്യത്തെ പിന്നോട്ടടിക്കാനാണ് യുദ്ധം കൊണ്ട് ഉള്ള നേട്ടം എന്ന് പറയുന്നത്. കാരണം സാമ്പത്തികമായി അവർ തകർന്നു പോകും, സൈനികപരമായി തകർന്നു പോകും, മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടപെടൽ വേണമെന്ന് പറയുന്നത്. അപ്പോൾ റഷ്യ ആ നിലപാടെടുക്കുന്നു. ഉക്രൈൻ സെലൻസ്കിയും പറയുന്നു ശരി വേണമെങ്കിൽ പ്രധാനമന്ത്രി വിചാരിച്ചാൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി വിചാരിച്ചാൽ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയും ബ്രസീലും കൂടി വിചാരിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നുള്ള തീരുമാനമെടുത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഒരുപക്ഷെ ഡോവൽ ഈ പറയുന്ന റഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ മോസ്കോയിലേക്ക് ഡോവൽ ചെല്ലുക എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ കൃത്യമായ ആസൂത്രണത്തോടെ ആയിരിക്കും ചെല്ലുക. അപ്പം ഇവിടെ കുറച്ച് പേര് അങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പുറത്ത് ഉക്രൈനെ അനുകൂലിക്കുന്ന സംഘടനകൾ ജർമ്മനിയിൽ പ്രത്യേക യോഗം ചേരുന്നു. ദീർഘദൂര മിസൈലുകൾ വേണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാൻ കഴിയും, റഷ്യയെ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഉക്രൈൻ എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അവിടേക്ക് ചെല്ലും. പക്ഷേ റഷ്യയുടെ മാധ്യമങ്ങളെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതി പുടിൻ ഉന്നയിക്കുന്നു. അപ്പോൾ റഷ്യയുടെ ചില കാര്യങ്ങളിൽ അമേരിക്ക അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് യുദ്ധം അവസാനിക്കരുത്, യുദ്ധം തുടർന്നുകൊണ്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്, പ്രത്യേകിച്ച് ജോ ബൈഡൻ ഭരണകൂടം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടം ഇടപെടുന്നതും ഈ യുദ്ധത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നത്. 2.5 വർഷം കൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടായത്? സത്യത്തിൽ റഷ്യ ഇവിടെ ബുദ്ധിപരമായ നീക്കം ചെയ്തു. അവരുടെ മുഴുവൻ സൈന്യത്തെ രംഗത്തേക്ക് ഇറക്കിയില്ല. അവർ ഒരു കൂലിപ്പട്ടാളം എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകളെ അടുത്ത്, നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ജോലി തേടി റഷ്യയിലേക്ക് പോയ ഒരു യുവാവ് അടുത്തിടെ മരിച്ചു. ഇയാൾ ഈ റഷ്യൻ സേനാംഗമായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെ വെച്ചിട്ട് റഷ്യ മുന്നോട്ട് പോകുന്നു. അപ്പം 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കീഴടക്കാമെന്ന് കരുതി ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചതാണ്. പക്ഷേ അത് നടക്കുന്നില്ലെന്നും തങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാകുമെന്നും റഷ്യ തിരിച്ചറിയുന്നു. ഇനിയുള്ള ഒരു ലക്ഷ്യം പരമാവധി പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി കൈവെക്കുക. ഉക്രൈൻ്റെ ലക്ഷ്യം പരമാവധി റഷ്യയിലേക്ക് അതിക്രമിച്ച് കയറുക. എന്നിട്ടൊരു കോംപ്രമൈസ് ചർച്ച ഉണ്ടാവുമല്ലോ. ചർച്ച ഉണ്ടാകുമ്പോൾ ഈ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ നിങ്ങളുടെ, ഇപ്പുറത്ത് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഞങ്ങളുടെ എന്നൊരു ഒത്തുതീർപ്പിലേക്ക് വരും. അപ്പോൾ UN ഇടപെട്ടാൽ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ പറ്റുന്നില്ല. അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നതുകൊണ്ട് നിഷ്പക്ഷമാണെന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ പറ്റുന്നത് ഇന്ത്യക്കാണ്. ചൈനയുടെ നിലപാടിനെ ലോകരാജ്യങ്ങൾക്ക് വിശ്വാസമല്ല. പക്ഷേ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗമായതുകൊണ്ട് ബ്രസീലും ചൈനയും ഇന്ത്യയും ഒരുപോലെ മുൻകൈ എടുത്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് പറയുന്നു. അജിത് ഡോവൽ കൃത്യസമയത്ത് അവിടേക്ക് ചെല്ലുന്നു. ഈ അമേരിക്കയും അതുപോലെ തന്നെ ജർമ്മനിയും കാനഡയും പോലുള്ള രാജ്യങ്ങൾ സാമ്പത്തിക സഹായം ഉക്രൈന് നൽകുന്നു. എന്ന് പറഞ്ഞാൽ ദീർഘദൂര മിസൈലുകളടക്കം നിരവധി വെടിക്കോപ്പുകൾ ഉക്രൈനിലേക്ക് ഇനി വളരെ പെട്ടെന്ന് എത്തും. അപ്പം റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് വേണ്ട രീതിയിൽ പെട്ടെന്ന് ഒരു ആക്രമണം നടത്തിയാൽ തിരിച്ചടി കൊടുക്കണം എന്നാണ് ഉക്രൈൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് പക്ഷത്തും ഈ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്. ഇവിടേക്കാണ് ഇന്ത്യയുടെ ഇടപെടൽ നടക്കുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി മാറും, മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ അത് അശാന്തി സൃഷ്ടിക്കും. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകണ്ട. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ, നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ തന്നെ ലോകരാജ്യങ്ങൾ എപ്പോഴും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. ഇവിടെയും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണം. ഇനിയും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. റഷ്യ ചെയ്തത് തെറ്റാണെങ്കിൽ, ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെങ്കിൽ രണ്ടുപേരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് പരിഹരിക്കണം. ഇതിന് ഏഷ്യയിലെ വൻ ശക്തികളായി ചൈനയും ഇന്ത്യയും മുൻകൈ എടുക്കുന്നു എന്ന് പറയുന്നതിന് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഒപ്പം ബ്രസീലും മുന്നോട്ട് വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന നിലവിൽ UN സുരക്ഷാ കൗൺസിൽ അംഗമാണ്, സ്ഥിരം സമിതി അംഗമാണ്. ഇന്ത്യയും ബ്രസീലുമായിരിക്കും ഇനി അടുത്തതായിട്ട് ഈ സുരക്ഷാ കൗൺസിലേക്ക് ഒരുപക്ഷെ നോമിനേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ UN ശക്തിപ്പെടുത്തുന്നു, ബ്രിക്സിനെയും ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ യുദ്ധത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നു. അങ്ങനെ യുദ്ധം അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയല്ലേ പറ്റുക? അതെ, തീർച്ചയായിട്ടും. അത്തരത്തിൽ ഇന്ത്യയുടെ ഒരു ഇടപെടലിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചാൽ അത് ഇന്ത്യക്ക് തന്നെയാണ് കൂടുതൽ നേട്ടമുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അഭികാമ്യമായ ഒരു രാജ്യമാണ്. കാരണം പ്രധാനമന്ത്രി ഇപ്പോൾ 2 തവണ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സന്ദർശിച്ച രാജ്യങ്ങളിലെല്ലാം
ഇപ്പൊ ബ്രൂണോയിലൊക്കെ പ്രധാനമന്ത്രി സന്ദർശിച്ചപ്പോൾ സ്വർണ്ണ സിംഹാസനം കൊടുത്താണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. അപ്പൊ അത്രത്തോളം ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണോയിലേക്ക് എത്തുന്നത് തന്നെ. അപ്പോൾ അത്രത്തോളം വിശാല മനസ്കരായിരിക്കുന്നു ഓരോ രാജ്യങ്ങളും ഇന്ത്യയെ സ്വീകരിക്കാനായി. അവർക്ക് അത്രത്തോളം താല്പര്യം തോന്നിയിരിക്കുന്നു ഇന്ത്യയോട് എന്നുള്ളതാണ്. എന്തായാലും ഈ നരേന്ദ്രമോദിയുടെ ഇടപെടൽ, അജിത് ഡോവലിന്റെ യാത്ര, ഇതൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം സമാധാനപരമായ ഒരു നീക്കത്തിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ തീരട്ടെ. ചെറുതും വലുതുമായ രാജ്യങ്ങളിലേക്ക് നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും വിശ്വസ്തനായ അജിത് ഡോവൽ മോസ്കോയിലേക്ക് പോകുന്നു. ഒപ്പം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം ശാശ്വതമായി പരിഹരിക്കപ്പെടും. അവരുടെ പ്രശ്നങ്ങൾ ഇനി അവശേഷിക്കില്ല. ആ രീതിയിൽ ഇന്ത്യയുടെയും ബ്രസീലിൻ്റെയും ചൈനയുടെയും ഒരുമിച്ചുള്ള ഇടപെടൽ സഹായകമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.